നമസ്കാരം. ഞാൻ രാജൻ വടക്കേക്കുടി. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പുരാതനമായ ഒരു കറി ഉണ്ടാക്കുന്ന വീഡിയോയാണ്. വേറെ ഒന്നുമല്ല, കണ്ണിമാങ്ങ അച്ചാർ. ഈ കണ്ണിമാങ്ങ അച്ചാറെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ മാവും പൂത്ത് മാങ്ങ പിടിച്ചു കഴിയുമ്പോൾ ആണ് ഈ കണ്ണിമാങ്ങ ഉണ്ടാകുന്നത്. എന്നാൽ ആ കണ്ണിമാങ്ങ ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. ഇത് കാട്ടുമാവിൻ്റെ മാങ്ങയാണ് കണ്ണിമാങ്ങയായി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനൊരു പ്രത്യേക സ്വാദുണ്ട്, അതിൻ്റെ ചൊനയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് എല്ലാ കാലവും ഒന്നും കണ്ണിമാങ്ങ കിട്ടാറില്ല. പക്ഷേ ഇക്കൊല്ലം നമുക്ക് കുറച്ച് കണ്ണിമാങ്ങ കിട്ടി. ആ മാങ്ങ നമുക്ക് എങ്ങനെയാണ് ഉപ്പിലിടുന്നത് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കഴിയുമ്പോഴാണ് പിന്നെ അത് കറിയാക്കുന്നത്, അച്ചാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് പ്രോസസ്സാണിത്. ആദ്യം നമുക്ക് എങ്ങനെ മാങ്ങ ഉപ്പിലിടാം, അതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കേ, നമ്മുടെ കണ്ണിമാങ്ങ ഒന്ന് കാണാം. നല്ല പാകമൊത്ത കണ്ണിമാങ്ങ കേട്ടോ, നല്ല മണവും. ഇതാണ് നമ്മുടെ കണ്ണിമാങ്ങ. പാകത്തിന് വലിപ്പമായിട്ടുണ്ട്, കൂടുതൽ വലിപ്പമായിട്ടില്ല കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഒന്ന് കഴുകാൻ പോവുക. സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി, പക്ഷേ ജലാംശം നന്നായിട്ട് തുടച്ചെടുക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പം നമ്മൾ ഇത് കൊലയോടുകൂടിയാണ് ഈ കണ്ണിമാങ്ങ പറിക്കുന്നത്. വളരെ സാഹസികമാണ് ഈ കണ്ണിമാങ്ങ പറിച്ചെടുക്കൽ ചടങ്ങെന്ന് പറയുന്നത്. അതായത് വലിയ 100, 150, 200 അടി പൊക്കത്തിലുള്ള വൻമരം, വലിയ മരം, ആ വലിയ മരത്തിൻ്റെ ശിഖരത്തിൽ കയറി നിന്ന് ഈ മാങ്ങ ഇങ്ങനെ അടത്തി എടുത്ത് അത് കൊട്ടയ്ക്കകത്ത് താഴേക്ക് കൊണ്ടുവന്ന് അങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. വളരെ ചിലവേറിയതും വളരെ കഷ്ടപ്പാട് ഉള്ളതുമായ ഒരു ജോലിയാണ് ഈ മാങ്ങ പറിക്കുക എന്ന് പറഞ്ഞാൽ, കണ്ണിമാങ്ങ. എന്തായാലും പണ്ട് ആദിവാസികളൊക്കെ ആയിരുന്നു ഈ കണ്ണിമാങ്ങ പറിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടുകാരായ ആളുകളും ധാരാളമായി കണ്ണിമാങ്ങ പറിക്കുന്ന ഈ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കാരണം അതുപോലെ ആവശ്യമാണ്. ഭയങ്കര ടേസ്റ്റാണ് ഈ കണ്ണിമാങ്ങ അച്ചാർ എന്ന് പറയുന്നത്. ഈ അച്ചാർ വലിയ വലിയ കമ്പനികൾക്കൊക്കെ ഉണ്ട്. ഈ മാങ്ങ എല്ലാവരും സംഘടിപ്പിച്ച് സ്റ്റോക്ക് ചെയ്ത് അവർ ഒരു വർഷം വിൽക്കത്തക്ക രീതിയിലുള്ള വ്യവസായ തന്ത്രമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുപോലെ ആവശ്യക്കാരുള്ള ഒരു കറിയാണ്. വലിയ വിലയും കൊടുക്കണം കേട്ടോ. അപ്പം നമുക്കിത് സമയം പോകണ്ട, നമുക്കിത് കഴുകിയെടുക്കാം. ഈ വെള്ളത്തിൽ നമുക്ക് ഒന്ന് മുക്കിയെടുത്താൽ മതി. ഒരുപാട് ചെളിയും അതുപോലുള്ള മാലിന്യങ്ങളും ഒന്നും ഇതിനകത്തില്ല. അതെ, ഈ വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്താൽ മതി. ഈ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. ഈ കൊല അടത്തുന്നത് പിന്നെ കേട്ടോ. കാരണം ഈ കൊല അടത്തുമ്പോൾ ഈ മാങ്ങ ഈ കൊലയിൽ നിന്ന് അടത്തിയെടുക്കുമ്പോൾ അത് അച്ചാറ് ഉണ്ടാക്കുന്നതിന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഭരണിക്കകത്തേക്ക് ഈ മാങ്ങ ഇങ്ങനെ അടത്തിയിട്ട് ആ മാങ്ങയുടെ ചുന മുഴുവൻ ആ ഭരണിക്കകത്ത് വരാൻ പാകത്തിന് വേണം ഇത് അടത്തിയെടുക്കാൻ. എങ്കിലേ ആ കറിക്ക് ഒരു പ്രത്യേക സ്വാദ് കിട്ടുള്ളൂ. ഈ കണ്ണിമാങ്ങ അച്ചാർ കൂട്ടി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇത് നമുക്ക് തികട്ടി വരുമ്പോഴാണ് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് കണ്ണിമാങ്ങ അച്ചാർ. നമ്മുടെ മാങ്ങ കഴുകി തീർന്നു കേട്ടോ. ഇനി നമുക്കിത് ഈ കൊട്ടയ്ക്കകത്ത് ഈ പാത്രത്തിലിരിക്കുന്ന മാങ്ങ ഈ മേശപ്പുറത്തേക്ക് പേപ്പർ വെച്ചിട്ട് ആ പേപ്പറിൻ്റെ മുകളിലേക്ക് നിരത്തി അങ്ങ് വെക്കണം. ഏതാണ്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ആ വെള്ളം അങ്ങ് വലിഞ്ഞു കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പം നമ്മുടെ മാങ്ങ എല്ലാം പേപ്പറിൻ്റെ മുകളിൽ നിരത്തിയിട്ടിരിക്കുകയാണ്.
ഇനി അടുത്തതായിട്ട് ഇതൊന്ന് ഉണങ്ങണം. ഉണങ്ങാൻ താമസമാണെങ്കിൽ നമുക്ക് തോർത്തിൽ തുടച്ചാലും മതി. നല്ല വൃത്തിയുള്ള തുണിക്ക് ഒന്ന് തുടച്ചെടുത്താലും മതി. ഇതാണ് നമ്മുടെ ഭരണി. ചില്ല് ഭരണി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. പക്ഷേ ചില്ല് ഭരണിക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അതുകൊണ്ട് നമ്മൾ 2 പ്ലാസ്റ്റിക് ജാറ് എടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ണിമാങ്ങ കഴുകിയിട്ടതേ മുഴുവൻ നന്നായിട്ട് തോർന്നു വന്നിട്ടുണ്ട്. ശകലം പോലും ജലാംശമില്ല. ഇനി നമുക്ക് അടത്തി ഭരണിക്കകത്തേക്ക് ഇടാം. ഇതിങ്ങനെ ഇടണം. ഈ ചൊനയെ ഇതിനകത്ത് വീഴത്തക്ക രീതിയിൽ. ചൊന ഒരു കാരണവശാലും പുറത്തേക്ക് പോകരുത്. ഇപ്പം നമ്മളിത് ഇത്രയും മാങ്ങ ഇട്ടായിരുന്നേ. ഇനി നമുക്ക് ഒരല്പം ഉപ്പ് മാങ്ങയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയുപ്പാണേ. അപ്പോൾ 3 ജാറിനകത്താണ് നമ്മളിത് നിറച്ച് വെച്ചിരിക്കുന്നത്. ഇതൊന്നാമത്തെ ജാറ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മാങ്ങ അടത്തിയിട്ട് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമായിരുന്നു. ഇത് 3ാമത്തെ ജാറ്. അത് അല്പം വലിയ ജാറാട്ടോ ഇത്. ഈ ജാറ് 3ാമത്തെ ജാറ് കുറച്ച് വലുതാണ്. അപ്പം നമുക്ക് ജാറടയ്ക്കുക, ടൈറ്റായിട്ട് അടയ്ക്കുക. ഉപ്പ് ആവശ്യത്തിനിട്ടിട്ടുണ്ട്. തുള്ളി വെള്ളം പോലും ഒഴിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ ഉപ്പ് മാത്രം ഇട്ട് ജാറ് വൃത്തിയായിട്ട് അടച്ച് നമ്മളങ്ങ് വെക്കുന്നു. നാളെ മുതൽ കുറഞ്ഞതൊരു 15 ദിവസമെങ്കിലും ഡെയിലി എടുത്ത് ഇളക്കിയിടുക. ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജാറ് മറിച്ചിട്ടാൽ മതി. ഇങ്ങനെ ജാറ് ഇങ്ങനെ മറിച്ചിട്ടാൽ മതി. 15 ദിവസം ആകുമ്പോഴത്തേക്കും ഉദ്ദേശമാണ് 15 ദിവസം ആകുമ്പോഴത്തേക്കും 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ മാങ്ങ ശ്രദ്ധിക്കുക. മാങ്ങ മുഴുവൻ ചുളിഞ്ഞിരിക്കും. ഇതിനകത്ത് മുഴുവൻ ജലാംശമായിരിക്കും. ഇതിൻ്റെ മേളിൽ വരെ ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ മുക്കാലൊപ്പം ജലാംശം വരാം. മാങ്ങയുടെ നീരിറങ്ങും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ നമുക്കങ്ങ് സമാപിക്കാം. അടുത്ത വീഡിയോ ഈ മാങ്ങ 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ കറിയാക്കുന്ന വീഡിയോയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉപ്പിലിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞേ ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചേർക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് ഇളക്കിയിടുന്നത് ഞാൻ കാണിച്ചു തരാവേ. നിത്യവും ഇങ്ങനെ തന്നെ ഇളക്കിയിടണം. ഓക്കേ.